നമസ്കാരം. ആദിവാസി ദളിത് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിച്ച സ്റ്റാൻ സ്വാമിയെ ജയിലിലടയ്ക്കുന്നതിനും കൃത്രിമമായ തെളിവുകൾ സൃഷ്ടിക്കുന്നതിനും ഡിജിറ്റൽ തെളിവുകൾ ഇംപ്ലാന്റ് ചെയ്തത് ഇമെയിൽ വഴി ചെയ്തത് നമ്മൾ വായിച്ചറിഞ്ഞു. പെഗാസസ് എന്ന രഹസ്യാന്വേഷണ സോഫ്റ്റ്വെയർ വഴി പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്ത് പ്രത്യേകിച്ച് അധികാരത്തിലുള്ള മറ്റു മന്ത്രിമാരുടെ വരെ വിവരങ്ങൾ ചോർത്തിയതും സമീപകാലത്ത് നാം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്റർനെറ്റ് അടച്ചിടൽ എന്നത് സമീപകാലത്ത് സാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ അടിച്ചമർത്തൽ രീതിയാണ്. UN ആസ്ഥാനമായ ഫ്രീഡം ഹൗസിന്റെ റിപ്പോർട്ട് പ്രകാരം നിരവധി രാജ്യങ്ങളിൽ ഓൺലൈൻ മീഡിയയെ നിയന്ത്രിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ നടപ്പിലാകുന്നു. ഗവൺമെന്റുകൾ ഇന്റർനെറ്റ് നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നു. 26-ലധികം ഭരണകൂടങ്ങൾ ഓൺലൈൻ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തി കഴിഞ്ഞു. ഇന്ത്യയിൽ ഇത്തരം നിയന്ത്രണങ്ങൾ പടിപടിയായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനധികം കർഷക സമരത്തിന് പിന്തുണ നൽകി പോസ്റ്റുകളിട്ട കലാകാരന്മാരുടെ അക്കൗണ്ടുകൾ, പ്രത്യേകിച്ച് ട്വിറ്റർ അക്കൗണ്ടുകൾ മരവിപ്പിച്ച വാർത്ത നാം വായിച്ചു. ലിബറൽ ജനാധിപത്യ രീതിക്കും ഏകാധിപത്യത്തിനും ഇടയിലുള്ള സംഘട്ടനത്തിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം. ഇത്തരമൊരു പരിസരത്തിൽ ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പ്, ഡിജിറ്റൽ ഏകാധിപത്യം എന്നത് ഗൗരവമായി നാം പരിഗണിക്കേണ്ടതും അതോടൊപ്പം തന്നെ ഭീതിപ്പെടുത്തുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യ സമൂഹം മുഴുവൻ ഈ ഡിജിറ്റൽ ഏകാധിപത്യത്തിന്റെ പാതയിലാണ് എന്നാണ് യുവാൽ ഹരാരിയുടെ അഭിപ്രായം. വിപുലമായ നിരീക്ഷണവും ബിഗ് ഡേറ്റയും ചേർത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI സഹായത്തോടെ കോടാനുകോടി മനുഷ്യരെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ഇപ്പോൾ സാധ്യമാണ്. ജനാധിപത്യ വികേന്ദ്രീകരണ സംവിധാനങ്ങളെക്കാൾ എളുപ്പത്തിൽ കാര്യക്ഷമതയിലും ഏകാധിപത്യ കേന്ദ്രീകൃത സംവിധാനങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്താൽ പ്രവർത്തിക്കാൻ കഴിയും. ഹരാരി എഴുതുന്നത്, എല്ലാ വിവരവും അധികാരവും ഒരിടത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് 20-ാം നൂറ്റാണ്ടിലെ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് 21-ാം നൂറ്റാണ്ടിൽ അവരുടെ നിർണായക നേട്ടമായി മാറുകയാണ്. ജനാധിപത്യവും ഏകാധിപത്യവും വ്യത്യസ്ത ധാർമ്മിക സമ്പ്രദായങ്ങൾ എന്നതിനേക്കാൾ 2 തരം വിവര സംസ്കരണ രീതികളാണ്, അഥവാ നടപടിക്രമങ്ങളാണ്. അങ്ങനെയാണ് ഇപ്പോൾ അതിനെ മനസ്സിലാക്കേണ്ടത്. 2 തരം ഡേറ്റ പ്രോസസ്സിംഗ് സിസ്റ്റമായിട്ട് ഇവയെ മനസ്സിലാക്കുക. വിവരങ്ങളുടെ വിതരണവും അധികാരത്തിന്റെ വിതരണത്തിലും പ്രതിഫലിക്കുന്ന ജനാധിപത്യത്തെ പുതിയ സാങ്കേതിക വിവരങ്ങളുടെ കേന്ദ്രീകരണത്തിലൂടെ മറികടക്കാൻ അധികം കാത്തിരിക്കേണ്ടി വരത്തില്ല. പഴയ സാങ്കേതികതയിൽ ജനാധിപത്യത്തിലെ വിതരണ രീതിയും പങ്കിടലുമായിരുന്നു ഫലപ്രദം. ഇനി അതിൻ്റെ ആവശ്യമില്ല. കേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ വിവരങ്ങളും അധികാരവും സുരക്ഷിതമാണ്, സൗകര്യപ്രദവും. പൗരന്മാരുടെ DNA വിവരവും മെഡിക്കൽ ശേഖരവും ഇത്തരം ഏകീകൃത സാങ്കേതിക സംവിധാനത്തിലൂടെ ലഭിക്കുന്നതിലൂടെ പഠനവും വിവേചനവും ആവിഷ്കരിക്കാം. സിലിക്കൺ വാലിയിലെ പുത്തൻ ദൈവങ്ങളാണ് ഈ സാങ്കേതികത രാജ്യങ്ങൾക്ക്, ഏകാധിപത്യങ്ങൾക്ക് വിറ്റ് നൽകുന്നത്. സാങ്കേതിക ലോകം മനുഷ്യ ജീവിതത്തിന്റെയും സമ്പത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ സംഭവിക്കുന്ന നവീന ഡിജിറ്റൽ ഏകാധിപത്യ കാലത്തെക്കുറിച്ച് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരായ വന്ദന ശിവയും കനേഡിയൻ എഴുത്തുകാരി നവോമി ക്ലെയിനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാങ്കേതികതയുടെ കടന്നുകയറ്റത്തെ അങ്ങേയറ്റം ഭീതിയോടെ കാണണം. വ്യക്തികളിലെ മാനസിക നിലയിലും സമൂഹത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ രൂപങ്ങളിലും രാജ്യങ്ങളുടെ ഭരണ സ്വഭാവത്തിലും ഡിജിറ്റൽ ആധിപത്യം വലിയ മാറ്റം വരുത്തി കഴിഞ്ഞു. ഇനിയും ഇതിലേറെ മാറ്റങ്ങൾ സംഭവിക്കും. ഡിജിറ്റൽ ലോകം ഒരു ന്യൂനപക്ഷത്തിന്റെ ആധിപത്യത്തിൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധം പെട്ടുകഴിഞ്ഞു. സിലിക്കൺ വാലിയിലെ ഈ ഭീമന്മാരാണ് പുതിയ ദൈവങ്ങൾ. അവർ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും കടന്നു കയറുകയാണ്. കോവിഡ് വ്യാധി സുഖജീവിതത്തെ ബാധിക്കുമെന്ന് ഭയന്നവരിലേക്ക് ഹോം ഡെലിവറിയും ലൈവ് സ്ട്രീമിംഗും ആശ്വാസമായി എത്തിയെന്ന് നമ്മൾ കരുതുന്നു. ഡിജിറ്റൽ സാങ്കേതികത മനുഷ്യ അനുഭവത്തെ പുനർരൂപകൽപ്പന ചെയ്യുകയാണ്. മുൻപൊരിക്കലും മനുഷ്യൻ ഇത്തരം അനുഭവത്തിലൂടെ കടന്നുപോയിട്ടില്ല. മനുഷ്യ സ്വാതന്ത്ര്യത്തിൽ അവർ കൈകടത്തുകയാണ്. മഹാഭൂരിപക്ഷവും ഇത് തിരിച്ചറിയാത്ത വിധത്തിൽ സ്വാതന്ത്ര്യം മാത്രമല്ല, വ്യക്തിത്വവും ഇതിന്റെ ബാധയിലാണ്. നമ്മുടെ ഓരോ നീക്കവും ഓരോ വാക്കും ബന്ധവും ട്രാക്കബിൾ ആണ്, ട്രേസബിൾ ആണ്. മുൻകാല ധാരണകൾക്ക് അതീതമായി സാങ്കേതിക കുത്തകകളും ഭരണകൂടവും പരസ്പര സഹകരണത്തോടെ ഡേറ്റ മൈനിങ് അംഗീകരിക്കുന്നു. ചൈനയിലെ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 2020 തന്നെ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം ചൈനയിൽ പൂർണ്ണമായി നടപ്പിലാക്കി. ബില്യൺ കണക്കിന് വരുന്ന അവരുടെ ജനതയെ നിരീക്ഷിക്കാനും അധികാരപൂർവ്വം നിയന്ത്രിക്കാനും കൂടിയാണ് ഇത്.
ഗെയിമിഫിക്കേഷൻ ഓഫ് ട്രസ്റ്റ് എന്ന സാമൂഹിക സാങ്കേതികതയുടെ വിപുലമായ പരീക്ഷണത്തിൽ ഇതിനെ അവർ വിളിക്കുന്നു. ഇതിലൂടെ വ്യക്തികളെ 3 കൂട്ടരായി തരംതിരിക്കും. 1 വിശ്വസ്തർ, 2 ശരാശരി, 3 അവിശ്വസ്തർ. ചൈനയുടെ നോർത്ത് ഈസ്റ്റ് ഷിങ്ജിയാങ് പ്രവിശ്യയിലെ ഉയ്ഗൂർ ജനതയെ അവസാന 2 വിഭാഗങ്ങളിലാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധാനം വ്യത്യസ്തരായ പൗരന്മാർക്ക് സ്വാതന്ത്ര്യ സഞ്ചാരം, സൂര്യന് താഴെ എവിടെയും ഉറപ്പ് നൽകുന്നു എന്നവർ വിശ്വസിക്കുന്നു. വിശ്വസ്തരായവർക്ക് മാത്രം. എന്നാൽ പോയിന്റ് കുറവുള്ളവർ ഒരു ചുവട് വച്ചാൽ പോലും ഭയക്കണം. ഇതിനായി മില്യൺ കണക്കിന് CCTV ക്യാമറകൾ ചൈനീസ് ഗവൺമെന്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. അന്വേഷണാത്മക പത്രപ്രവർത്തകനായ ലിയു ഹു ഇതിന്റെ ഇരയാണ്. അയാളുടെ ട്രെയിൻ യാത്ര തടസ്സപ്പെടുത്തിയിരുന്നു ഗവൺമെന്റ്. കാരണം ഗവൺമെന്റിന്റെ അഴിമതിയെക്കുറിച്ച് അയാൾ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സർവൈലൻസ് സ്റ്റേറ്റ് ആണ് ചൈന. മില്യൺ കണക്കിന് ഫേസ് റെക്കഗ്നീഷൻ ക്യാമറകൾ സ്ഥാപിച്ചത് പത്രങ്ങളിലൂടെ നാം വായിച്ചതാണ്. ഇനിയും എത്രയോ മില്യൺ ക്യാമറകൾ അവർ എല്ലാ പൊതു ഇടവും നിരീക്ഷണ വിധേയമാക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കും. ഭരണകൂടം നിങ്ങളെ നോട്ടമിട്ടാൽ പിന്നെ എന്തു സംഭവിക്കും? ഈ സാങ്കേതിക ഏകാധിപത്യ രാജ്യത്തിന് 60,000 വരുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇഷ്ടക്കാരനല്ലെങ്കിൽ ചൈനയിൽ ഇതൊരു നല്ല വാർത്തയേ അല്ല. ഭരണകൂടത്തിന് പൗരനെ പലതരത്തിൽ ഉപദ്രവിക്കാൻ കഴിയും. ഇന്റർനെറ്റിന്റെ ലഭ്യത കുറയും. ട്രെയിൻ ഫ്ലൈറ്റ് യാത്രകൾ വിലക്കും. കുട്ടികളെ ചില സ്കൂളുകളിൽ പഠിക്കുന്നതിൽ നിന്ന് വിലക്കും. എല്ലാ ജോലികൾക്കും പരിഗണിക്കുകയില്ല. ചില ഭക്ഷണ സാധനങ്ങളായി ഓൺലൈൻ വാങ്ങുന്നതിന് പോലും തടസ്സമുണ്ടാകും. ഉയ്ഗൂർ ജനത നേരിടുന്ന വെല്ലുവിളി പരാമർശിച്ചിരുന്നു. ഇവരിൽ ഓരോരുത്തരുടെയും മുഖം സ്കാൻ ചെയ്യണം, വിരലടയാളം പതിച്ചു നൽകണം. ലോക ഉയ്ഗൂർ കോൺഗ്രസിന്റെ അധ്യക്ഷൻ UK പാർലമെന്റിൽ ചൈനീസ് ഭരണകൂടത്തെക്കുറിച്ച് 2017 ഡിസംബർ 13 ഭീതികരമായ വെളിപ്പെടുത്തൽ നടത്തി. അവിടെ നിർബന്ധിത അവയവമെടുക്കൽ, ഓർഗൻ ഹാർവെസ്റ്റിംഗ് നടക്കുന്നു. ഭരണകൂടം ഇവരുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നു. ഫാലുൻ ഗോൺ അനുയായികളുടെ രക്തസാമ്പിളുകൾ അവർ ശേഖരിക്കുകയാണ് ചൈനീസ് ഭരണകൂടം. വളരെ ശാന്തരായി താമസിക്കുകയും ധ്യാനനിരതരാകുകയും ചെയ്യുന്ന കൂട്ടരാണ് അവർ. അവർക്കിടയിൽ മദ്യപാനവും പുകവലിയും ഇല്ല. കൂടെ അതുമാത്രമല്ല, അവരുടെ മികച്ച ആരോഗ്യ ശീലങ്ങൾ പാലിക്കുന്നവരാണ്. ഈ മെച്ചപ്പെട്ട സ്വഭാവം തന്നെയാണ് ഇവർക്ക് തിരിച്ചടിയാകുന്നത്, അഥവാ ഓർഗൻ കൊയ്ത്തിന്റെ പ്രാഥമിക ഇരകളാകുന്നതിന് കാരണം അതാണ്. പുത്തൻ സാങ്കേതിക ജൈവ ശേഖര സംവിധാനത്താൽ ഏത് ആൾക്കൂട്ടത്തിൽ നിന്നും ഇവരിൽ ഒരാളെ അവയവ മാറ്റിവെക്കലിനായി തട്ടിക്കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. ഡേറ്റ ശേഖരം പുതിയ കാലത്തെ ആയുധമാകുന്നത് എങ്ങനെ? കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന UK സ്ഥാപിതമായ രാഷ്ട്രീയ സഹായവും ഉപദേശവും നൽകുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട അഴിമതി വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട നിർമ്മിച്ച ഡോക്യുമെന്ററി ചിത്രമാണ് ദ ഗ്രേറ്റ് ഹാക്ക്. 2019 പുറത്തിറങ്ങിയ ചിത്രം ഒരുപാട് വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായി നമുക്കറിയാം. 2016 US ഇലക്ഷനിലും UK ബ്രെക്സിറ്റ് പ്രചാരണത്തിനുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചത് ഈ സൂത്രധാരന്മാരുടെ മനഃശാസ്ത്ര ഇടപെടലുകളിലെ നൈപുണ്യം കൂട്ടിയോജിപ്പിച്ചാണ്. ഇവരാണത് ചെയ്തത്. വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടുന്ന ബിഗ് ഡേറ്റ ഫേസ്ബുക്കിന്റെ സഹായത്തോടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗിച്ചു. കേംബ്രിഡ്ജ് അനലിറ്റിക്കയുടെ കഥ എല്ലാവരും ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ വ്യത്യസ്ത തരത്തിൽ സായുധ രാഷ്ട്രീയ ഉപയോഗത്തിനായി വ്യക്തികളുടെ രീതികൾ, താല്പര്യങ്ങൾ, സൗഹൃദങ്ങൾ എന്നിങ്ങനെ വിവരങ്ങൾ അടങ്ങുന്ന ബിഗ് ഡേറ്റ ചോർത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വകാര്യത എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണിത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും സ്വകാര്യത എത്രമാത്രമുണ്ട് എന്നത് സംശയാസ്പദമാണ്. വിവരങ്ങൾ ആണ് പ്രധാനം. വ്യക്തികൾക്ക് സ്വകാര്യതയില്ല എന്നതാണ് നവമാധ്യമകാലത്തെ സത്യം. ഹരാരിയുടെ അഭിപ്രായത്തിൽ വളരെ ചെറിയ ഒരു കൂട്ടത്തിന് വിവരങ്ങളുടെ, ഡേറ്റയുടെ നിയന്ത്രണത്തിലൂടെ അതിവേഗം ഡിജിറ്റൽ ഏകാധിപത്യത്തിലേക്ക് എത്തിച്ചേരാമെന്നതാണ് 21ാം നൂറ്റാണ്ടിൽ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഏറ്റവും വിലയേറിയ വസ്തുവാണ് വ്യക്തിവിവരം, പേഴ്സണൽ ഡേറ്റ. കേരളത്തിലുണ്ടായ സ്പ്രിംഗ്ലർ വിവാദവും ഇക്കാര്യം കൂടുതൽ പഠിക്കാൻ നമുക്ക് അവസരമുണ്ടാക്കി. ഹരാരി ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർ അവരുടെ വിലയേറിയ വസ്തുക്കൾ, പേഴ്സണൽ ഡേറ്റ, ഇമെയിൽ സേവനത്തിനും വിനോദ വീഡിയോകൾക്കും പകരം നൽകുന്നു. ഇതിനെ അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് ആഫ്രിക്കയിലെയും നോർത്ത് അമേരിക്കയിലെയും ഗോത്രക്കാർ ഈ നിറമുള്ള മാലകൾക്കും വില കുറഞ്ഞ ആഭരണങ്ങൾക്കും വേണ്ടി അവരുടെ നാടിനെ വിൽക്കുന്നതിനോടാണ്. പുതിയ നൂറ്റാണ്ടിൽ നിങ്ങൾ അടിമയാകുന്ന വിധം മൊബൈൽ ആപ്പുകളിലൂടെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ആപ്പിന്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ളതും ഇല്ലാത്തതും ശേഖരിക്കുകയും
അവയെല്ലാം വിവര ശേഖരണത്തിനും നിയന്ത്രണത്തിനും നൽകുന്നതിലൂടെയാണ്. ഈ അപകടം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത് വൻകിട കമ്പനികളും ഭരണകൂടങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ്. അൻക എന്ന ബാംഗ്ലൂർ ആസ്ഥാനമായ സൈബർ സെക്യൂരിറ്റി കമ്പനി നടത്തിയ പഠനത്തിൽ ഡേറ്റ മോഷണത്തിന്റെ നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നു. 100 മൊബൈൽ ആപ്പുകളിൽ അവർ നടത്തിയ പഠനമാണത്. അവയിൽ ചിലത് വളരെ ഏറെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. 1. മൊബൈൽ ആപ്പുകൾ അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമുള്ളതിലും എത്രയോ അധികം വിവരങ്ങൾ ശേഖരിക്കുന്നു. ഉദാഹരണത്തിന് 75% ആപ്പുകൾക്കും ലൊക്കേഷൻ അറിയുക എന്നത് പ്രവർത്തനത്തിന് ആവശ്യമില്ലാതിരിക്കെ അവരത് ശേഖരിക്കുന്നു. 86% ആപ്പുകൾക്കും കസ്റ്റമറുടെ എക്സ്റ്റേണൽ സ്റ്റോറേജിൽ കയറാം. 58% ആപ്പുകൾക്കും ഉപഭോക്താവിന്റെ ക്യാമറയിൽ നിയന്ത്രണമുണ്ട്. SMS വായിക്കാനും മൈക്രോഫോൺ നിയന്ത്രിക്കാനും ഇവർക്ക് കഴിയും. 3. ഓരോ വെബ്സൈറ്റിൽ നിന്നും വ്യക്തി വിവരങ്ങൾ മറ്റൊന്നിലേക്ക് ചോർത്താം. 4. ഉപഭോക്താവിന്റെ എല്ലാത്തരം വിവരശേഖരവും സ്വന്തം രാജ്യത്തിന് പുറത്തേക്ക് കടക്കുന്നു. 5. ഇത്തരം വിവരങ്ങളുടെ ചോർച്ച സംഭവിക്കുന്നത് ഉപഭോക്താവിന്റെ പ്രത്യക്ഷ സമ്മതത്തോടുകൂടിയാണ്. കാരണം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് മനുഷ്യരുടെ വ്യക്തിവിവരങ്ങളിലെ സ്വാധീനവും രാഷ്ട്രീയമായും കച്ചവടപരമായും വലിയ പ്രാധാന്യമുള്ളതാണ്. അടുത്തിടെ ഡൽഹി പോലീസ് സൈബർ സെൽ ഡേറ്റ മോഷണത്തിന് ഉപയോഗിച്ചിരുന്ന വ്യാജ ചൈനീസ് ആപ്പുകൾ കണ്ടെത്തി. 5 ലക്ഷം ഇന്ത്യക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്ന ഫേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആപ്പുകളായിരുന്നു അവയെല്ലാം. നമ്മുടെ ജനാധിപത്യം ഒരു പരിണാമഘട്ടത്തിലാണ്. സ്വാതന്ത്ര്യം, സമത്വം ഇവയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം വളരെ ഫ്രജൈലാണ്. ഏകാധിപത്യവും രാജ്യാധികാരവും മനുഷ്യനെ അതിലേറെ കാലം നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആളുകൾക്ക് അവരുടെ സാമ്പത്തിക മൂല്യം നഷ്ടമാവുന്നു. ഇനിയും അവരുടെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇല്ലാതാവും. സാമ്പത്തിക അസ്ഥിരത സൃഷ്ടിച്ച സാങ്കേതികത തന്നെ മനുഷ്യനെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും തുടങ്ങുന്നു. ബയോടെക്നോളജി നമ്മുടെ ആന്തര ജീവിതത്തിലേക്കുള്ള വാതായനമായി മാറുന്നു. ഒത്തുചേർന്ന് കേട്ടുകേൾവിയില്ലാത്ത ചലനങ്ങൾ മനുഷ്യ സമൂഹത്തിൽ നിർമ്മിക്കുന്നു. മനുഷ്യ ഇച്ഛകളെയും ചോദനകളെയും നിയന്ത്രിക്കാനും നിർണയിക്കാനും നയിക്കാനും വഴിതിരിച്ചുവിടാനും ജൈവ സാങ്കേതികതയും വിവര സാങ്കേതികതയും ചേർന്ന പുത്തൻ സംവിധാനങ്ങൾക്ക് കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന അധികാര രാഷ്ട്രീയമൊന്നുമില്ല. എന്നാൽ നിലവിലെ അധികാര ശക്തികൾ AI കൂടി ഉപയോഗപ്പെടുത്തുന്നത് അധികാര കേന്ദ്രീകരണത്തിനുള്ള ആയുധമാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ജനാധിപത്യ അധികാരത്തിലേക്കും രാജ്യങ്ങളുടെ ഭരണനിർവഹണത്തിലേക്കും ബിഗ് ഡേറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കടന്നെത്തിയതു മുതൽ അവയുടെ സ്വഭാവം മാറി തുടങ്ങി. ജനാധിപത്യത്തെയും പൗരന്മാരെയും മാധ്യമങ്ങളുടെയും സ്വതന്ത്ര അഭിപ്രായത്തെയും അധികാരത്തിലുള്ളവർ ഭയക്കാൻ തുടങ്ങി. വിസമ്മതങ്ങളെയും വിമത സ്വരങ്ങളെയും കേൾക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അവയൊക്കെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പട്ടികയിലേക്ക് അവർ ചേർത്ത് കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ലോകത്തിൽ വലിയ ഏകാധിപത്യ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും നിർമ്മിച്ച ചൈനയുടെ പാതയിൽ കൂടുതൽ രാജ്യങ്ങൾ ആകർഷിക്കപ്പെടുന്നു. ആ രാജ്യങ്ങളുടെ പട്ടികയിൽ ഏതൊക്കെ കടന്നെത്തുന്നു എന്നത് ഭീതിപ്പെടുത്തുന്ന സത്യമായി നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നു. അങ്ങനെ കടുത്ത സാമൂഹ്യ നിയന്ത്രണങ്ങൾക്ക് വേണ്ടി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയാണിപ്പോൾ. അതുവഴി പൗരന്മാരെ പലവിധ കാരണങ്ങളാൽ പിന്തുടരാൻ ഭരണകൂടത്തിന് കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള ഫേഷ്യൽ റെക്കഗ്നീഷൻ നഗരങ്ങളിൽ കുറ്റവാളികളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്നതോടൊപ്പം വിമത സ്വരമുയർത്തുന്നവരുടെ ചലനങ്ങൾ മനസ്സിലാക്കാനും ഉപയോഗിക്കാം. സർവൈലൻസ് സ്റ്റേറ്റ് പേരുദോഷത്തെ ഭയന്ന എല്ലാത്തരം സാമൂഹ്യ മാധ്യമങ്ങളെയും പരിശോധിക്കുന്ന സംവിധാനങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളും മാറി നിൽക്കുന്നത്. ചൈനയോടൊപ്പം ഇത്തരം മനുഷ്യത്വരഹിതവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടികളിൽ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളുമുണ്ട്. നെറ്റ്ഫ്ലിക്സ് അവരുടെ വീഡിയോ സ്വയം സെൻസർഷിപ്പിന് വിധേയമാക്കി മാത്രമേ സൗദിയിൽ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ. മതപരമായ പരാമർശങ്ങൾ, രാജ്യത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഇവ പ്രദർശനാനുമതി ഒരിക്കലും ലഭിക്കുന്ന കണ്ടന്റ് അല്ല. വിസമ്മതങ്ങളെ ഭയക്കുന്നത് ഏകാധിപത്യം, അതിൽ യാതൊരു തർക്കവുമില്ല. പൊതു ഇടങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളെ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ത്യയിലും ഭരണാധികാരികൾ അസഹിഷ്ണുതയോടെ കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുകയും ഗവൺമെന്റിനെ വെറുക്കുകയും ചെയ്യാമെന്ന പൗലോ കൊയ്ലോയുടെ ഒരു നിരീക്ഷണം നമ്മൾ ട്വീറ്റ് വായിച്ചതാണ്. ഗ്രേറ്റ ട്വിൻബർഗിന്റെ കർഷക സമരാനുകൂല ട്വീറ്റിനെ നമ്മുടെ ഭരണകൂടം നേരിട്ടത് നമ്മൾ കണ്ടതാണ്. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയ്ക്കെതിരെ അടുത്ത കാലത്ത് ഏറ്റവും നന്നായി പ്രതികരിച്ചത് സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡനാണ്.
മാധ്യമ സ്വാതന്ത്ര്യത്തെ ദേശവിരുദ്ധം എന്ന പേരിൽ കടിഞ്ഞാണിടുന്നതിനെ അദ്ദേഹം എതിർത്തു. ഉത്തർപ്രദേശിൽ മൃതദേഹം നദിയിലേക്ക് വലിച്ചെറിയുന്ന ദൃശ്യം കാണിച്ച് TV ചാനലിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയോ എന്നറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഭരണവിരുദ്ധ പരാമർശങ്ങളെ ദേശദ്രോഹത്തിന്റെ പരിധിയിൽ പരിഗണിക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. ഇത്തരം നടപടികളും നിരീക്ഷണങ്ങളും ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ജനാധിപത്യത്തിൽ ശുദ്ധവായു ശ്വസിക്കാനുള്ള ഇടമാണ് വിസമ്മതത്തിനുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ ജനാധിപത്യം ഏകാധിപത്യത്തിലേക്ക് പതിയെ വഴിമാറുകയാണ്. അതിനുള്ള ഇന്ധനം ഈ ഡിജിറ്റൽ കാലം എല്ലാ അർത്ഥത്തിലും ഭരണകൂടത്തിന് നൽകുന്നില്ലേ? മനുഷ്യന്റെ ചിന്താരീതിയെ സാമൂഹ്യ മാധ്യമങ്ങൾ നിർണ്ണയിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളെ ഏകാധിപതികൾ നിയന്ത്രിക്കുന്നു. പുതിയ ലോക ഭരണരീതികൾ മാറിക്കഴിഞ്ഞു. കാത്തിരിക്കാം നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നുവെന്ന്.